നമസ്കാരം. പോളികാർപ്പോസ് പൂച്ചാണ്ടി വേഷം കെട്ടിയാൽ നാട്ടുകാർക്ക് എന്ത് നേട്ടം? പൂച്ചാണ്ടി വേഷം കെട്ടുക എന്ന് കേൾക്കുമ്പോൾ പലർക്കും തോന്നും അത് എന്തൊരു വേഷമാണെന്ന്. അതായത് ഓരോ പദവികൾക്കും ഓരോ യൂണിഫോമുകളുണ്ട്. അതവരെ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ വേഷങ്ങളും കാലാനുസൃതം പരിഷ്കരിക്കപ്പെട്ടിട്ടുമുണ്ട്. അതോരോ രാജ്യത്തിൻ്റെയും കാലാവസ്ഥയെയും ഓരോ നാടിൻ്റെയും ഒക്കെ സംസ്കാരത്തെയും ഒക്കെ അനുസരിച്ചായിരിക്കും അത്. എന്നാൽ നാടിൻ്റെയോ അല്ലെങ്കിൽ നാടിൻ്റെ കാലാവസ്ഥയ്ക്കോ നാടിൻ്റെ സംസ്കാരത്തിനോ ചെയ്യുന്ന ജോലിക്കോ ആ വിഭാഗത്തിന് ആധാരമാക്കിയിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥങ്ങളിലെയോ പോലും യാതൊരു തരത്തിലുള്ള അടിസ്ഥാനവുമില്ലാത്ത തരത്തിലുള്ള, അതായത് ഇവരുടെയൊക്കെ ശൂന്യതകളെ മറച്ചു പിടിക്കുവാൻ ഉപയോഗിക്കുന്ന ഈ വേഷം കെട്ടുകളെയാണ് i2n ന്യൂസ് പൂച്ചാണ്ടി വേഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സത്യത്തിൽ ക്രിസ്തുവിനെ ചുവന്ന അങ്കി ധരിപ്പിച്ചത് അപമാനിക്കാൻ വേണ്ടിയല്ലേ? ആ പഴയ കയ്യപ്പൻ്റെയും സന്നദ്ധ സംഘത്തിൻ്റെയും പരീശന്മാരുടെയും ആ പ്രാകൃത വേഷവും ധരിച്ച് ഈ 21-ാം നൂറ്റാണ്ടിലും ക്രിസ്തുവിൻ്റെ പ്രതിപുരുഷന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്നവരെ പൂച്ചാണ്ടികൾ എന്നല്ലാതെ നാം എന്ത് വിളിക്കണം? ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ഏത് മേഖലയിൽ ഉള്ളവരാണ് എങ്കിലും അവരുടെ ജോലി സമയത്ത് മാത്രമേ ആ യൂണിഫോം ധരിക്കാറുള്ളൂ. അങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞാൽ അവർ അത് മാറ്റി മറ്റ് വസ്ത്രങ്ങൾ ധരിക്കുകയാണ് പതിവ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഈ നാടക നടന്മാരോ അല്ലെങ്കിൽ ഈ ബാലെ ആർട്ടിസ്റ്റുകളോ ഇനി ചവിട്ടു നാടകം നടത്തുന്നവരാണെങ്കിലും അത് കഴിഞ്ഞാൽ അവരുടെ വേഷം മാറ്റി വയ്ക്കുകയാണ് പലപ്പോഴും പതിവ് എന്ന് പറയപ്പെടുന്നത്. ആ വേഷത്തിൽ നടക്കാറില്ല. അതായത് ആ രാജാപ്പാട്ട് വേഷവും കെട്ടി റോഡിലൂടെ നടക്കാറില്ല എന്നർത്ഥം. എന്നാൽ ആത്മീയ മേഖലയിലെ കോമാളികൾ അങ്ങനെയല്ല. അവർ ഈ പൂച്ചാണ്ടി വേഷവും ധരിച്ചുകൊണ്ടാണ് സകല സമയവും നടക്കുന്നതും സകല പിറപ്പുകേടുകൾ കാണിക്കുകയും ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെ പൂച്ചാണ്ടി വേഷം എന്ന് വിളിക്കുന്നത്. ശരി, ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇന്ന് മലയാള മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്ത നിങ്ങൾ കാണുക. മലങ്കര സുറിയാനി കാതോലിക്ക സഭ മാവേലിക്കര ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പൊലീത്തയായി തിരുവനന്തപുരം മേജർ അതിഭദ്രാസന സഹായമെത്രാൻ ഡോക്ടർ മാത്യൂസ് മാർ പോളികാർപ്പോസിനെ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ബസേലിയസ് ക്ലീമിസ് കാതോലിക്ക ബാവ നിയമിച്ചിരിക്കുന്നു. ഇതാണ് വാർത്ത. അത് ഒന്നാം പേജിൽ വളരെ പ്രാധാന്യത്തോടെ നൽകുക മാത്രമല്ല, ഉൾപേജുകളിലും വളരെ വിശദമായ വാർത്തകൾ നൽകുകയുണ്ടായി. അതായത് റീത്ത് സഭ എന്നറിയപ്പെടുന്ന ഒരു സഭയാണിത്. ഓർത്തഡോക്സ് സഭയിൽ നിന്നും കാതോലിക്ക കസേര മോഹിച്ച ഇവാനിയോസിന് തനിക്കൊരിക്കലും കാതോലിക്കയാകാൻ സാധ്യമല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ കാച്ചിൽ പിരിച്ചു കൊണ്ടുപോകുന്നത് പോലെ സ്വയം പിരിഞ്ഞുണ്ടാക്കിയ ഒരു പ്രസ്ഥാനമാണ് റീത്ത് സഭ എന്നത്. ഇവരുടെ വേഷവിധാനം ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഒരു സങ്കര ഇനത്തിൽപ്പെട്ടതാണ് എന്ന തോന്നൽ ഉണ്ടാകുന്ന തരത്തിലുള്ള, അതായത് ഈ ഓർത്തഡോക്സ് സഭയിൽ നിന്നും കൂറുമാറി ഇറങ്ങിയപ്പോൾ അന്ന് അവരുടെ വേഷവിധാനവും തൊപ്പിയുടെ മുകളിലായിട്ട് ഈ കാതോലിക്ക ബിഷപ്പുമാരുടെ തൊപ്പിയുടെ ഒരംശവും ചേർത്തപ്പോൾ ഇവർ ഒരു സങ്കര സഭ ഉണ്ടാക്കിയെടുത്തു എന്ന് മാത്രം. പിന്നെ ഇവരുടെ കുർബാനക്രമവും ഓർത്തഡോക്സ് യാക്കോബായ സഭയുടേതുപോലുള്ള കുർബാനക്രമം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഇവർ പിന്തുടർന്നു വരുന്നതും അത് എങ്കിലും കൂറും ഐക്യവും പാപ്പയോടായിരുന്നു എന്നുള്ളതാണ്. ഇവാനിയോസിനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം ഒരു നല്ല വിദ്യാഭ്യാസ വിചക്ഷണൻ കൂടിയായിരുന്നു എന്ന് പറയേണ്ടിയിരിക്കുന്നു. പണ്ട് സർ CP രാമസ്വാമിയോട് ഒട്ടി നിന്നതുകൊണ്ട് അന്ന് ഈ കുറുക്കൻ കൂന്നെന്ന് പറഞ്ഞിരുന്ന ഇന്നത്തെ മെഡിക്കൽ കോളേജിൻ്റെ സ്ഥലം, ആ സ്ഥലത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കെട്ടിയുണ്ടാക്കണമെന്നായിരുന്നു ഇവാനിയോസിൻ്റെ ആഗ്രഹം. എന്നാൽ നാലാഞ്ചിറയിലാണെന്ന് സ്ഥലം ലഭിച്ചത് സർ CP വക. അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ ഹബ്ബ് തന്നെയായി മാറിയിരിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൻ്റെ കീഴിൽ വളരെ പ്രമുഖമായിട്ടുള്ള മാർ വിയാനസ് കോളേജ് അടക്കം പട്ടം സെൻറ് മേരീസ് അടക്കമുള്ള പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായി. അതുവരെ പിന്തുടർന്നു വന്ന സകല വിശ്വാസ പ്രമാണങ്ങളെയും കാറ്റിൽ പറത്തി അതുവരെയും എതിർത്തിരുന്ന പോപ്പിനെ വാഴ്ത്തിപ്പാടി പോപ്പിൻ്റെ നുഖത്തിന് കീഴിൽ കൊണ്ടുകെട്ടിയ ആഗോള കാത്തോലിക്ക സഭയുടെ ഒരു റീത്തായി പ്രവർത്തിച്ചു കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്ത് വളർന്നു വന്ന ഒരു സഭയാണ് റീത്ത് സഭ അല്ലെങ്കിൽ പാൽപ്പൊടി സഭ. ആദ്യ കാലഘട്ടത്തിൽ ആളുകൾക്ക്, അതായത് ഈ പട്ടിണിയും പരിവട്ടവുമായിട്ട് ആ ഒരു സമയത്ത് വിദേശത്തു നിന്നും ഇറക്കുമതി ചെയ്ത പാൽപ്പൊടിയും മറ്റും കൊടുത്താണ് ഈ പട്ടിണി പാവങ്ങളെ ഇവരുടെ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത് എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയപ്പെടുന്നത്. അതായത് കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ക്രൈസ്തവ സഭകളിലെ പ്രസ്ഥാനങ്ങളിലേക്ക്
മതപരിവർത്തനം നടത്തിയത് ഈ പിന്നോക്ക വിഭാഗങ്ങളിലുള്ളവരെയും ഒപ്പം തന്നെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടിയവരെയും ഇത്തരം കാറ്റിന് സഭകളിലേക്ക് ആകർഷിച്ചത് വിദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്ന പാൽപ്പൊടിയും പഴംതുണികളുമൊക്കെയായിരുന്നു എന്നുള്ളതാണ്. വചനത്തെക്കാളും അവരെ ആകർഷിച്ചത് ഇത്തരം പാൽപ്പൊടിയും ഒപ്പം തന്നെ പഴംതുണികളുമായിരുന്നു. അന്ന് വചനമായിരുന്നില്ല, വയറ്റിലെ വിശപ്പായിരുന്നു ഇവരുടെ പ്രശ്നം. ഇപ്രകാരം സാധുക്കളെ പട്ടിയെ എല്ലുകൊടുത്ത് ആകർഷിക്കുന്നത് പോലെ പാൽപ്പൊടി കൊടുത്ത് പള്ളിമടകളിലേക്ക് വരുത്തിയത് കൊണ്ടാണ് ഇവരെ പാൽപ്പൊടി സഭകൾ എന്ന ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാലം മാറി, സഭയുടെ കോലവും മാറി. ഇന്ന് പഴയ പാൽപ്പൊടി സഭ അഥവാ റീത്തു സഭയുടെ കാതോലിക്കയ്ക്ക് പോപ്പിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ വരെ അംഗത്വമുണ്ട്, അത് മറന്നു പോകരുത്. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് സ്വർഗരാജ്യ നിർമ്മിതിക്ക് പണം തികയാതെ വന്നപ്പോൾ തമിഴ്നാട്ടിലെ അംബാസമുദ്രത്തിൽ പോയി മണൽ കക്കാൻ പോയി ഇവരെല്ലാവരും. അതായത് അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ അനധികൃത മണൽ ഖനനം ആരോപിച്ച് ദക്ഷിണേന്ത്യയിലെ കേരളത്തിൽ നിന്നുള്ള ഒരു കത്തോലിക്ക ബിഷപ്പും 5 പുരോഹിതന്മാരും അറസ്റ്റിലായി എന്നുള്ളൊരു വാർത്ത നിങ്ങളെല്ലാവരും കേട്ടു കാണും. പത്തനംതിട്ട ബിഷപ്പ് സാമുവൽ മാർ ഐറോനിയോസ് കാട്ടുകല്ലിലും ഫാദർ ജോസ് ചാമക്കാലയും പിന്നെ മറ്റ് വൈദികരായിട്ടുള്ള രൂപത വികാരി ജനറൽ ഫാദർ ഷാജി തോമസ് മാണിക്കുളം, ജോർജ് സാമുവൽ, ജിജോ ജെയിംസ്, ജോസ് കലവിയൽ എന്നിവരെയാണ് അന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കിയത്. നമുക്കറിയാം, ഈ തമിഴ്നാട് തലസ്ഥാനമായ ചെന്നൈയിൽ നിന്ന് ഏകദേശം 625 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറായിട്ട് തിരുനെൽവേലി ജില്ലയിലെ പൊട്ടൽ എന്ന ഗ്രാമത്തിന് അതിനടുത്തുള്ള താമ്രഭരണി, അതായത് ചെമ്പ് ഭരണി എന്നൊക്കെ പറയുന്ന നദിയിൽ നിന്ന് അനധികൃതമായിട്ട് മണൽ ഖനനം ചെയ്തതായി ആരോപിച്ചുകൊണ്ടാണ് 6 പേർക്കെതിരെ അന്ന് കുറ്റം ചുമത്തിയത്. മാത്രമല്ല 1959 തമിഴ്നാട് മൈൻസ് ആൻഡ് മിനറൽസ് കൺസെഷൻ റൂൾസ് പ്രകാരം 95.7 ദശലക്ഷം രൂപ പിഴ ചുമത്തുകയും ചെയ്തു. കൂടാതെ അനധികൃത മണൽ ഖനനത്തിന് ഒത്താശ ചെയ്തതിന് അന്നൊരു സബ് ഇൻസ്പെക്ടറെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. അത് വാർത്തയായും ചരിത്രമായും നമ്മുടെ രേഖകളിലുണ്ട്. ഇത് ഞങ്ങൾ ആരെയും അപമാനിക്കാൻ വേണ്ടി പറയുന്ന ഒരു കണക്കൊന്നുമല്ല കേട്ടോ, ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവച്ചു എന്ന് മാത്രം. ഇതൊന്നും അറിയാതെ പോകുന്ന അടിമകളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വെളിച്ചം കയറട്ടെ എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങൾ പങ്കുവയ്ക്കുന്നു എന്ന് മാത്രം. ഈ പറയുന്നതെല്ലാം ചരിത്രപരമായിട്ടുള്ള ഡോക്യുമെന്റുകളുടെ എവിഡൻസിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണ് ഈ കാര്യങ്ങൾ ഞങ്ങൾ പറയുന്നത് എന്നുകൂടി പറയട്ടെ. അപ്പോൾ ഇനിയുമുണ്ട് ഇവരുടെ ഈ കഥകൾ എന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ ഇതിലൂടെ പറഞ്ഞു വരുന്നത്, നമുക്കറിയാം ഇന്ന് ഇവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ എവിടെയെങ്കിലും ഒരു അധ്യാപക നിയമനത്തിന് കോടികൾ നൽകണമെന്നുള്ളതാണ്. ഇനി അഥവാ നമുക്കൊരു കോഴ്സിന് അഡ്മിഷൻ വേണമെങ്കിൽ ഇവരുടെ കോളേജുകളിൽ ലക്ഷങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ലഭിക്കൂ എന്നതാണ് അവസ്ഥ. അപ്പോൾ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കുവാനുള്ള കാര്യമെന്ന് പറയപ്പെടുന്നത്, ഇത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉള്ളപ്പോൾ തന്നെ അവയുടെ പരസ്യത്തിനായിട്ട് കോടികളാണ് മുടക്കുന്നത് എന്നുള്ളതാണ്. അത് ഈ മാധ്യമങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഈ വാർത്ത കണ്ടു, ഇത്രയും പറഞ്ഞു വന്നത് ഇത്തരത്തിലുള്ള പൂച്ചാണ്ടി വേഷക്കാരന്മാർ അവരുടെ കച്ചവടത്തിൻ്റെ വിപുലീകരണാർത്ഥം പദവികൾ നൽകുന്നതും അവർ അങ്ങനെ ആകുന്നതും പൊതുജനം അറിയേണ്ട കാര്യം എന്ത് എന്നുള്ളതാണ്. അതിൽ പൊതുജനത്തിനുള്ള നേട്ടം എന്ത് എന്നുള്ളതാണ്. ഈ രാജ്യത്ത് ലക്ഷക്കണക്കിന് പലതരത്തിലുള്ള കച്ചവട സ്ഥാപനങ്ങളുണ്ട്, പ്രസ്ഥാനങ്ങളുണ്ട്. അവിടെയൊക്കെ പലർക്കും ഈ പലതരത്തിലുള്ള പദവികൾ കൊടുക്കുന്നുണ്ട്. പലരും നിരവധി പേര് അതനുസരിച്ച് വിരമിക്കുന്നുണ്ട്, പുതിയ ആൾക്കാരെ അവിടെ നിയമിക്കുന്നുണ്ട്, പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ആത്മീയ വ്യാപാര കച്ചവട കേന്ദ്രത്തിൽ ഒരു പൂച്ചാണ്ടി വേഷക്കാരന് ഒരു പദവി കൊടുക്കുകയോ പുതിയ സ്ഥാനം കൊടുക്കുകയോ ചെയ്യുന്നതിനകത്ത് എന്ത് വാർത്താ പ്രാധാന്യമാണ് എന്നാണ് ഞങ്ങളുടെ ചോദ്യം. ഇത്രത്തോളം പ്രാധാന്യം കൊടുക്കേണ്ട വാർത്തയാണോ ഇത്? കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്ന സംഭവ വികാസങ്ങൾ നോക്കുമ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതാണോ ഒരു പൂച്ചാണ്ടി വേഷക്കാരൻ്റെ സ്ഥാനാരോഹണം? സത്യത്തിൽ ഇതൊരു കൊടുക്കൽ വാങ്ങലാണ്. കാരണം മാധ്യമങ്ങൾക്ക് വേണ്ടുന്ന പണം ഇവർ കൊടുക്കുന്നു, ഇവർക്ക് വേണ്ടുന്ന മൈലേജ് മാധ്യമങ്ങൾ തിരിച്ചു കൊടുക്കുന്നു. അങ്ങനെയുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബാർട്ടർ സിസ്റ്റമാണ് ഈ നടക്കുന്നത്. ഇത് ജനങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞുവെന്നും ഇവരുടെ അടിമവിശ്വാസികൾ പോലും ഇതൊക്കെ വെറുക്കുന്നുവെന്നും യാഥാർത്ഥ്യം ഇനിയെങ്കിലും മാധ്യമങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതായത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന വാർത്തകൾ കൊടുക്കുവാൻ മാധ്യമങ്ങൾ ശ്രദ്ധിക്കേണ്ട കാലമായിരിക്കുന്നു എന്നെങ്കിലും തിരിച്ചറിയുക. അല്ലാതെ പൂച്ചാണ്ടികൾക്ക് വേണ്ടി PR പണി ചെയ്ത് അരമനകളിൽ ചെന്ന് പാദസേവ ചെയ്ത് കോടികൾ ഉണ്ടാക്കി
ജനങ്ങളെയും വിശ്വാസികളെയും ഇനിയും എത്ര കാലം ഇങ്ങനെ കൊള്ള നടത്തുവാനും പറ്റിക്കുവാനും നിങ്ങൾക്ക് പറ്റും? സമയം കിട്ടുമ്പോൾ ഒന്ന് ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞുവെന്ന് മാത്രം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.